ദൈവമനുഷ്യന്റെ സ്നേഹഗീത, അധ്യായം 29. ഈജിപ്തിലേക്കുള്ള പലായനം. ജോസഫ് തൻ്റെ കൊച്ചുമുറിയിൽ ഉറക്കത്തിലാണ്. തുറന്നുകിടക്കുന്ന ജനലിലൂടെ ചന്ദ്രകിരണങ്ങൾ മുറിയിലേക്ക് കടക്കുന്നുണ്ട്. എന്തോ ദുസ്വപ്നം കണ്ടിട്ടെന്ന പോലെ ഞെട്ടി ഉണരുന്നു. വേഗം പുറംകുപ്പായം ധരിച്ച് അടുത്ത മുറിയിലെ വാതിലിൽ മെല്ലെ തട്ടുന്നു. മേരി അകത്തേക്ക് വരാൻ പറയുന്നു. മേരി ഉറങ്ങുകയല്ല, തൊട്ടിലിന് സമീപം പ്രാർത്ഥനയിലാണ്. മേരി ജോസഫിനോട് കാര്യം തിരക്കുന്നു. ജോസഫ് താഴ്ന്ന സ്വരത്തിൽ എന്നാൽ ഉത്കണ്ഠയോടെ പറയുന്നു, ഉടനെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകണം. പെട്ടി എടുത്തുകൊള്ളുക. ഒരു ചാക്കിൽ എടുക്കാവുന്ന സാധനങ്ങളും ബാക്കി എടുക്കാവുന്നത് ഞാനും എടുക്കാം. പുലർച്ചയ്ക്ക് മുമ്പ് രക്ഷപ്പെടണം. എന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകേണ്ടത്? ഈശോ നിമിത്തമാണ്, ഒരു ദൈവദൂതൻ പറഞ്ഞു. ശിശുവിനെയും അവൻ്റെ മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിൽ പോയി രക്ഷപ്പെടുക. അവൻ്റെ മരണമാണ് ഹെറോദേസ് ആഗ്രഹിക്കുന്നത്. കാരണം അയാൾ തൻ്റെ രാജ്യം നിമിത്തം നിഷ്കളങ്കനായ ഈ ശിശുവിനെ ഭയപ്പെടുന്നു. ശിശു രക്ഷപ്പെട്ടു എന്നറിയുമ്പോൾ അയാൾ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആ സമയം നമ്മൾ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞിരിക്കും. ജോസഫേ എന്ന് വിളിച്ചുകൊണ്ട് മേരി ജോസഫിൻ്റെ കൈത്തണ്ടിൽ പിടിക്കുന്നു. ഈശോയുടെ ജീവൻ അപകടത്തിലാണെന്ന് മേരിക്ക് മനസ്സിലായി. ആകെ വിഷമിച്ച് ഹൃദയം തകരുന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവം എല്ലാം ചെയ്യുന്നു. വസ്ത്രങ്ങളും അത്യാവശ്യം സാധനങ്ങളും പെട്ടിയിലും ചാക്കിലും നിറച്ചു. കമ്പിളി പുതുപ്പുകളും പണിയായുധങ്ങളുമെല്ലാം ജോസഫ് കയറുകൊണ്ട് കെട്ടുന്നു. നമ്മുടെ കഴുതയെ കൂടാതെ എൻ്റെ കയ്യിലുള്ള പണം കൊടുത്ത് 2 കഴുതകളെ കൂടി വാങ്ങിക്കുവാൻ പോവുകയാണ്. അവയെ എവിടെ കിട്ടുമെന്ന് എനിക്കറിയാം. 3 കഴുതയുണ്ടെങ്കിലും അവയ്ക്ക് വഹിക്കാവുന്നതല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. പൂജകർ തന്ന സമ്മാനങ്ങളെല്ലാം ഞാൻ എടുക്കുകയാണ്. കാരണം അവയെല്ലാം നമുക്കവിടെ ഉപകരിക്കും. വളരെ ദീർഘവും വിഷമം നിറഞ്ഞതുമായ ഒരു യാത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. പർവ്വത പ്രദേശങ്ങളിലൂടെയും ബാക്കി മണലാരണ്യത്തിലൂടെയും പോകേണ്ടി വരും. ഈശോയെ നല്ലവണ്ണം പുതപ്പിക്കണം. കഠിനമായ തണുപ്പുണ്ട്. ജോസഫ് കഴുതകളുമായി വരുന്നു. മേരി ശിശുവിനെ ഉണർത്തി പാല് കൊടുത്ത് കമ്പിളി കൊണ്ടുള്ള ഉടുപ്പുകളും കാലിൽ ചെരുപ്പുകളും ധരിപ്പിക്കുന്നു. ശിശുവിൻ്റെ മെത്തയും എടുക്കുന്നു. മേരി കരയുന്നത് കണ്ട് ജോസഫിന് വിഷമമായി. മേരി പറയുന്നു, എന്നെ ഓർത്തല്ല, നഷ്ടപ്പെടുന്ന സാധനങ്ങളെ പ്രതിയുമല്ല. ജോസഫിനെ ഓർത്താണ് ഞാൻ കരയുന്നത്. ഇപ്പോൾ തന്നെ എത്ര കഷ്ടപ്പാടാണ് ജോസഫ് സഹിച്ചിട്ടുള്ളത്. ജോസഫ് പറയുന്നു, ഈശോ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. അവർ കഴുതപ്പുറത്ത് എല്ലാം തയ്യാറാക്കി വീട്ടുടമകളോട് യാത്ര പറയുന്നു. അവർ കണ്ണീരോടെ അവരെ യാത്രയാക്കുന്നു. ഈശോ പറയുന്നു, എൻ്റെ ആഗമനത്തിന് മുൻപും പിൻപുമുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. സംഭവങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയല്ല അത് ചെയ്തത്. അവ എല്ലാവർക്കും നന്നായി അറിവുള്ളതാണല്ലോ. എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ പലതും അവയോട് ചേർത്ത് അവ വികൃതമാക്കിയിട്ടുണ്ട്. യാഥാർത്ഥ്യങ്ങൾ ഒരു വച്ചുകെട്ടും കൂടാതെ യഥാർത്ഥ രൂപത്തിൽ അവതരിപ്പിച്ചെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. എൻ്റെ മനുഷ്യത്വത്തിന് ഒരു കുറവും സംഭവിക്കുമായിരുന്നില്ല. അവയിലെ സ്വാഭാവികമായ അർത്ഥം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് നിങ്ങളൊരു ജീവിതശൈലി അവലംബിക്കുകയുമാണ് വേണ്ടത്. നിങ്ങളുടെ മനുഷ്യപ്രകൃതി നിങ്ങൾക്ക് വളരെയധികം തടസ്സമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ആത്മാക്കളെ നിങ്ങൾ വളരെയധികം താഴ്ത്തിക്കളയുന്നു. അതിനാൽ എൻ്റെ വഴികളെ പിന്തുടരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സുവിശേഷം ഉദ്ധരിച്ച് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നവരോട് നിങ്ങൾ പറയുന്നു, പക്ഷേ ഈശോയും മാതാവും ഔസേപ്പിതാവും വിശുദ്ധരും നമ്മളെപ്പോലെ അല്ലായിരുന്നു. അവർക്ക് അമാനുഷിക ശക്തി ഉണ്ടായിരുന്നു. അവരുടെ ദുഃഖം അല്പമോ? അവർക്ക് വികാരങ്ങളില്ലായിരുന്നുവോ? ദുഃഖം ഞങ്ങളുടെ വിശ്വസ്ത സ്നേഹിതനായിരുന്നു. എല്ലാ തിന്മകളും ഞങ്ങളുടെ ചുറ്റിലും നൃത്തം ചെയ്യാൻ സാത്താൻ ഇടയാക്കിയിരുന്നു. എന്നാൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്തിരുന്നത് നിമിത്തം എല്ലാം സാത്താൻ്റെ ഉദ്ദേശത്തിന് വിപരീത ഫലമാണ് ഞങ്ങളിൽ ഉളവാക്കിയിരുന്നത്. മേരി പറയുന്നു. മേരിയുടെ പ്രസവത്തിന് ശേഷമുള്ള കന്യകാത്വവും ജോസഫിൻ്റെ ബ്രഹ്മചര്യവും പലരും ശക്തിയായി നിഷേധിക്കുന്നുണ്ട്. ഭോഗാസക്തിയുടെ ചെളിക്കുണ്ടിൽ കഴിയുന്നവർക്ക് ആത്മസംയമനമുള്ള ദാമ്പത്യ ജീവിതം നയിക്കാനോ അത് അംഗീകരിക്കാനോ കഴിയുകയില്ല. തങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തെ പ്രതി അല്ലാതെ ആത്മാവിനെ ബഹുമാനിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ
അവർക്ക് സാധിക്കുകയില്ല. ഒരു ലില്ലി പുഷ്പത്തിൻ്റെ സൗരഭ്യം മനസ്സിലാക്കാൻ അവർക്ക് കഴിവില്ല. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മേരി കന്യകയായിരുന്നു, കന്യകയായി തന്നെ ജീവിച്ചു. അവളുടെ ആത്മാവ് മാത്രം ജോസഫിനോട് വിവാഹിതമായിരുന്നു. ഇത് പിൽക്കാലത്ത് കെട്ടിച്ചമച്ച ഒരു പാരമ്പര്യമല്ല, എൻ്റെ അമ്മയോടുള്ള ബഹുമാനത്താൽ കെട്ടിച്ചമച്ചതുമല്ല, ആദ്യകാലം മുതൽ അറിഞ്ഞിരുന്ന സത്യമാണ്. മേരിയുടെയും ജോസഫിൻ്റെയും ശിരസിൽ വിളങ്ങുന്ന പ്രകാശവലയമാണത്. അതിവിശുദ്ധയായ കന്യക, നീതിമാനും വിരക്തനുമായ ജോസഫ്, അവരുടെ മധ്യേ പരിശുദ്ധിയുടെ പരിമളം സ്വീകരിച്ചാണ് ഞാൻ വളർന്നത്.